നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനായി തിരച്ചിൽ ഊർജിതം. സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിന് PT ഉഷ വാഗ്ദാനം ചെയ്ത തുക നഷ്ടപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് സ്വകാര്യ ഏജൻസി ഒഴിവാക്കാൻ 2 കോടി മടക്കി നൽകണമെന്ന് സുരേഷ് ഗോപി. കാട്ടാനശല്യം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമായി കുതിര നിവാസികൾ. വനംവകുപ്പിന്റെ നടപടികൾ കാര്യക്ഷമമല്ലെന്ന് പരാതി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദമ്പതികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡിൽ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രക്കാരായ വടക്കാഞ്ചേരി സ്വദേശികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മുക്കാട്ടുകര മണ്ണൂത്തി റോഡിൽ കേബിൾ ഇടാനായി എടുത്ത കുഴിയിൽ ബൈക്ക് വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടത്തിൽ മുക്കാട്ടുകര മന്നലങ്ങാടി സ്വദേശി ജോമോനാണ് പരിക്കേറ്റത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സ്ത്രീയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ചേലക്കര സ്വദേശിയായ യുവതിക്കാണ് പരിക്കേറ്റത്. ബൈക്ക് യാത്രക്കാരനായ മുള്ളൂർക്കര വണ്ടിപ്പറമ്പിൽ വീട്ടിൽ മണികണ്ഠനും അപകടത്തിൽ പരിക്കേറ്റു. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി മാർക്കറ്റിൽ കൊട്ടേക്കാട് ചിച്ചിലപ്പള്ളി ഷെല്ലിയുടെയും ലിസിയുടെയും മകനായ സാം ഷെല്ലിയാണ് മരിച്ചത്. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും നേടിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിന് ജന്മനാട് നാളെ ആദരിക്കും. ആദര സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണം നടത്തിയ കുഴൂർ ഐരാണിക്കുളം ഇന്ദിരാഗാന്ധി റോഡ് ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷനായി. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ CPM പ്രചരണ ബോർഡുകൾ തുടർച്ചയായി മോഷ്ടിക്കുകയാണെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്തിൽ പൊതുകളി സ്ഥലം യാഥാർത്ഥ്യമാകുന്നു. മതിലകം പാപ്പിനിവട്ടം GLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഭൂമിയുടമയിൽ നിന്ന് കളിസ്ഥലത്തിന്റെ കരാർ ET ടൈസൺ MLA ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വിവിധ സ്ഥാപനങ്ങളിൽ 1,30,00,000 രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച സോളാർ പ്ലാന്റുകളുടെ ഉദ്ഘാടനം നടന്നു. P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവിലാമല പഞ്ചായത്തിലെ പല്ലൂർ പടി ഉന്നതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുമുന്നണി എങ്കക്കാട് 21ാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സേവ്യർ ചിച്ചിലപ്പള്ളി MLA നിർവഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി CB പൌലോസ് അധ്യക്ഷത വഹിച്ചു. കല്ലങ്കുണ്ട് പാലം പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റർ ലൈറ്റ് സേവ്യർ ചിച്ചിലപ്പള്ളി MLA സ്വിച്ച് ഓൺ ചെയ്തു. നഗരസഭാ കൌൺസിലർ KA വിജേഷ്, മുൻ കൌൺസിലർ VP മധു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിലും നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രാങ്കണത്തിലും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. എടവിലങ്ങ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം റവന്യൂ മന്ത്രി K. രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച പുറ്റേക്കര ഇനിപ്പാറ അംഗനവാടിയുടെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് വീട്ടുമുറ്റത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി. തിരുവിതാംകോട്ട് ഷംലിയുടെ വീട്ടിൽ നിന്നുമാണ് 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ പ്രവർത്തനം എന്നീ രംഗങ്ങളിലെ സംഭാവനകൾ പരിഗണിച്ച് തൃശൂർ സ്വദേശിക്ക് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബഹുമതി ലഭിച്ചു. തൈക്കാട്ടുശ്ശേരി കാട്ടുകുഴി കോവാത്ത് വീട്ടിൽ CV ശ്രീനിവാസനാണ് ബഹുമതി ലഭിച്ചത്. നെറ്റ് സീറോ കാർബൺ കൊണ്ടാഴിയുടെ ഭാഗമായി വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ നിർവഹിച്ചു. ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു.
പഴയന്നൂർ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ലയൺസ് ക്ലബ്ബും ബ്രദേഴ്സ് മെഡിക്കൽസും സംയുക്തമായി നടത്തുന്ന സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം റോഷൻ ലാൽ രാജൻ നിർവഹിച്ചു. പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് ആനന്ദ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ UDF നേതൃത്വത്തിൽ നിന്നും പരിഗണന ലഭിക്കാത്തതിൽ കേരള ഡെമോക്രാറ്റിക് പാർട്ടി തൃശൂർ ജില്ലയിൽ 46 സീറ്റുകളിൽ മത്സരിക്കും. തൃശൂർ കോർപ്പറേഷനിൽ 11 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിൽ 4 ഡിവിഷനുകളിലും വിവിധ മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായി 31 സീറ്റുകളിലും മത്സരിക്കുമെന്ന് പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ കണിച്ചായ് അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റം നവീകരണം, കുടിവെള്ളക്കിണറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബോയ്സ് ഡഫ് സ്കൂളിൽ ഹോസ്റ്റൽ, ഫുട്ബോൾ ടറഫ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങായ വയോശ്രീ യോജനയിലൂടെ BJP ഹെൽത്ത് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് റോഡ് ജംഗ്ഷനിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര ബിനോഭാജി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് 2 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന VHS E-ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് LDF ദുർഭരണത്തിനെതിരെ UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ പദയാത്ര സമാപിച്ചു. ചെറുനെല്ലൂരിൽ നടന്ന സമാപന സമ്മേളനം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സനാഫുൽ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 11 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശി ചക്കിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് മിദ്ലാജിനെയാണ് റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരായ പാപ്പാന്മാർക്ക് വടക്കുന്നാഥ ക്ഷേത്രം ആനപ്പറമ്പിൽ റീഫ്രഷ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ക്ലാസ് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ K മനോജ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർ TD എലിസബത്ത് കോൺഗ്രസിൽ ചേർന്നു. സ്വതന്ത്ര കൌൺസിലറായ എലിസബത്ത് കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ, മേത്തല എൽത്തുരുത്ത് നെല്ലിപ്പറമ്പിൽ പ്രവീൺ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ പരിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ തിരുനാൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. വ്യാഴാഴ്ച രാത്രി 7-ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ മധ്യമേഖല TIG ഹരിശങ്കർ നിർവഹിക്കും. ഹരിയാനയിലെ വോട്ട് കൃത്രിമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി പറയണമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. വോട്ട് മോഷണത്തിനെതിരെ ബീഹാറിൽ ജനവിധിയുണ്ടാകുമെന്നും MA ബേബി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻ ലാഭം വിഹിതം തരാമെന്ന് വിശ്വസിപ്പിച്ച് 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലിയാണ് തിരുനെൽവേലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ജനവിരുദ്ധ LDF ഭരണസമിതിക്കെതിരെ മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മോചനയാത്ര നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ജനകീയ മോചനയാത്ര ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി വെൺമേനാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഭിന്നശേഷി വിഭാഗം ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് മായന്നൂർ സ്വദേശി അർഹനായി. മായന്നൂർ ശ്രീവത്സം വീട്ടിൽ MP രാജീവിന്റെയും അഡ്വക്കേറ്റ് മഞ്ജുഷയുടെയും മകനായ ഭരത് പാലക്കാട് പത്തിരിപ്പാലം മൗണ്ട് സീനിയർ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്.
ഗുരുവായൂർ GUP സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.